നമ്മുടെ കുറെ മാർക്കറ്റിൽ ഇതേമാതിരി കുറച്ച് പഠിച്ചവരുണ്ടാവും. അപ്പൊ അവർക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ് ഇപ്പൊ അതിന് വല്ല ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? റെയ്ക്കി പോലത്തെയുള്ള ഊർജ ചികിത്സാ രീതികള് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ കഴിയണമെങ്കിൽ അതിനൊരു വിധിയുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് റിസൾട്ട് ഇല്ല. അപ്പോൾ പല മാസ്റ്റേഴ്സും വരുന്നു, ഇപ്പോൾ അത് മാസ്റ്റർ ഹീലർമാർ വരുന്നു, അല്ലെങ്കിൽ മാസ്റ്റർമാർ തന്നെ വരുന്നു. അവർ ചെയ്തിട്ട് അവർക്ക് ശരിയാവുന്നില്ല, ആ പ്രോസസ്സ് കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് വരുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ഗുരുവിൽ നിന്ന് പഠിച്ച് അഭ്യസിക്കാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പറഞ്ഞ മാതിരി എല്ലാ ഇതിലും ഉണ്ട് ഇത്. എന്തെങ്കിലുമൊക്കെ 4 കാര്യങ്ങൾ പഠിച്ച് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഏത് കേട്ടുകേൾവിയിലൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു മാസ്റ്റർമാരായിട്ട് മാറി വരുന്ന ഒരു കാലഘട്ടമാണ്, ഒരു ഗുരുക്കന്മാരായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അത്തരം ചെയ്ത് പോകുന്ന ആളുകൾക്കാണ്, അത്തരം കാര്യങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന ആളുകൾക്ക്. ഇപ്പം അടുത്തിടെ വരെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ ഒരു പ്രശ്നമായിട്ട് വന്ന സമയത്ത് അയാളുടെ ഒരു 1 വീക്ക് നമ്മൾ അയാളുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അയാൾ പറഞ്ഞത് ഞാൻ റെയ്ക്കി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാണ് ഗുരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തനിയെ പഠിച്ചാന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് റെയ്ക്കി തനിയെ പഠിക്കുന്നത്? ഇത് നമ്മൾ ഒരു സ്കൂൾ കോളേജ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന പോലെ പുസ്തകം വായിച്ചിട്ട് പഠിക്കേണ്ട സംഗതി അല്ലത്. ആ ദീക്ഷാ സമ്പ്രദായത്തിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും അത് അതേ രീതിയിൽ തന്നെ പഠിച്ചെടുത്ത് ഈ പഠിച്ചെടുത്തുകൊണ്ട് മാത്രമല്ല ഗുരുത്വം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ പറയും ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിലും അയാൾ ഒരു ഗുരുസ്ഥാനം തന്നെ. ഒരാളും ഞാൻ ഗുരുവാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം. ഗുരുവിനെ കണ്ടെത്തി ആ ഗുരു ആവുന്നതും ആ ശിഷ്യം പഠിച്ചെടുക്കുന്ന വ്യക്തിയാണ് ഗുരുപട്ടം ചാർജ് കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതല്ലാതെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ വലിയ ഗുരുവാണ് അല്ലെങ്കിൽ അയാൾ എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നതല്ല കാര്യം. അങ്ങനെ പോലും പറയാൻ പാടില്ലെന്നതാണ്. ഗുരു അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായിട്ട് തീരണം. അത് നമ്മളല്ല ഗുരു. മനസ്സിലാവുന്നുണ്ടോ? ആ പഠിച്ചെടുക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അവൻ ഒരാൾക്ക് ചാർജ് കൊടുക്കുന്ന അത് നല്ലതോ കെട്ടത് എന്തായിക്കോട്ടെ അതിലാണ് ഗുരുത്വം നിൽക്കുന്നത്. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.